മേപ്പിൾവുഡ് ഒരു വിധത്തിൽ ഇഴഞ്ഞ് നീങ്ങി സൈഡിലേക്ക് ചെന്നപ്പോൾ അവിടുന്ന് കുറച്ച് തുണി കിട്ടി. അതിനടുത്തായിട്ടുള്ള ഇഷ്ടികയിൽ ഹില്ലിംഗ് ഹെഡ് എന്ന് പേര് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണാം. അതായത് നമ്മുടെ ഹില്ലിംഗ് ഹെഡ് അദ്ദേഹത്തിന്റെ പേര് ആ ഇഷ്ടികയിൽ എഴുതി വെച്ചതിന് ശേഷമുള്ള ഒരു ടൈമിലേക്കാണ് ഇവൾ ചെന്നിരിക്കുന്നത്. അത് കണ്ടത് മേപ്പിൾവുഡ് അവളുടെ പേര് തൊട്ടടുത്തുള്ള ഇഷ്ടികയിൽ എഴുതി വെച്ചു. 2053 ഹസനും ഡെഫോയും ഇത് കണ്ടെത്തുന്നുണ്ട്. മേപ്പിൾവുഡ് സേഫ് ആയിട്ട് 1890 ഇനി അവൾ അവിടെ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ എല്ലാം മാറി മറിയുമെന്ന് ഇവർക്ക് മനസ്സിലായി. 1890 നമ്മുടെ ഹില്ലിംഗ് ഹെഡ് എല്ലാ കുറ്റവും അദ്ദേഹമാണ് ചെയ്തത് എന്ന് സംബന്ധിച്ച് റിപ്പോർട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അന്നേ ദിവസം തന്നെ നമ്മുടെ മേപ്പിൾവുഡ് അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾ അദ്ദേഹത്തെ കാണാൻ പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും ഹില്ലിംഗ് ഹെഡ് അവളെ കാണാൻ കൂട്ടാക്കിയില്ല. ജേർണലിസ്റ്റിനെ രക്ഷപ്പെടാൻ അനുവദിച്ച് എല്ലാ കുറ്റവും ഏറ്റ് പുള്ളിക്കാരൻ സ്വയം സാക്രിഫൈസ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ടൈമല്ലേ, ഇനിയിപ്പോൾ ആരെയും മീറ്റ് ചെയ്യേണ്ടാൻ തീരുമാനിച്ചു. മേപ്പിൾവുഡിനാണെങ്കിൽ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ദെൻ പോലീസുകാർ ഹില്ലിംഗ് ഹെഡിനെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. ഹില്ലിംഗ് ഹെഡിനെ കൊണ്ടുപോയിട്ട് സെല്ലിന്റെ തൊട്ടപ്പുറത്തെ സെല്ലിലുണ്ടായിരുന്നു നമ്മുടെ മേപ്പിൾവുഡ്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ പണി കാണിച്ച് പുള്ളിക്കാരി ഇവിടെ വരെ എത്തി. ഹലോ, താനല്ലേ ആ ലോങ് ഹാർവസ്റ്റ് ലൈനിലെ കേസ് അന്വേഷിച്ചത്? എനിക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് അപ്പുറത്തുനിന്ന് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ആവില്ലേ? അതായത് നിങ്ങൾക്ക് സയൻസ് ഫിക്ഷൻ എന്താണെന്നറിയോ? സയൻസിന്റെ ആര്? നീ എന്ത് ഉദ്ദേശിക്കുന്നേ? അതായത് ഹില്ലിംഗ് ഹെഡ് താൻ കണ്ടുപിടിച്ച ആ ബോഡി ഇല്ലേ, ആ ബോഡി ഈ കാലത്തിലുള്ള ബോഡിയല്ല. ആ ബോഡിക്ക് ഒരു കണ്ണില്ലായിരുന്നു, കണ്ണിലൂടെ ബുള്ളറ്റ് തുളഞ്ഞു കയറിയെന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ? ശരിക്കും അയാളെ ഷൂട്ട് ചെയ്തത് ഞാനാ, പക്ഷെ ബുള്ളറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. പിന്നെ ആ ബോഡിയെ ബോഡിയാക്കിയത് ജൂലിയൻ ഹാർഗർ ആണെന്ന് പറഞ്ഞ ഒരാളെ തേടി പോയില്ലേ? അയാളും ശരിക്കും ഇവിടെ ഉള്ള ആളല്ല, അയാളും ഫ്യൂച്ചറിൽ നിന്ന് വന്നതാ. ഇതെല്ലാം കൂടെ കേട്ട് ഹില്ലിംഗ് ഹെഡിന് തല വരുന്നു. ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നു. പൊട്ടത്തരം വിളിച്ച് പറയുന്നു എന്നുള്ള മട്ടിൽ പുള്ളിക്കാരൻ അവിടെ നിന്ന് മാറി. ഡോ നിക്കടോ, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഇയാളെ ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? എടോ താൻ എന്തിനാ തന്റെ പേര് ഐസ്റ്റികയിൽ എഴുതി വെച്ചേ? അതിന് ഹില്ലിംഗ് ഹെഡ് അദ്ദേഹം ഒരു അടയാളം അവശേഷിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. ആർക്ക് വേണ്ടി അവശേഷിപ്പിച്ചു? ഫ്യൂച്ചറിന് വേണ്ടി അല്ലേ? തനിക്കും അങ്ങനെ തോന്നിയില്ലേടോ ഫ്യൂച്ചറിൽ ആരെങ്കിലും ഒക്കെ ഇത് കാണും കണ്ടെത്തുന്നൊക്കെ? ഞാനൊക്കെ അങ്ങനെ വന്നതാടോ, ഫ്യൂച്ചറിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ. ഇത് കണ്ടില്ലേ, എന്റെ കയ്യിലെ ഈ മാർക്ക് കണ്ടില്ലേ? ഇതിനു മുമ്പും താൻ കണ്ടിട്ടുണ്ട്. ആ മാർക്കും കൂടെ കണ്ടതോടെ ഇവിടെ പറയുന്നതൊക്കെ ഹില്ലിംഗ് ഹെഡും വിശ്വസിക്കുവാണ്. ഒരു പകൽ മുഴുവൻ എടുത്ത് വിശദമായിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ മേപ്പിൾവുഡ് അവനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. ഇന്ന് രാത്രി ഹില്ലിംഗ് ഹെഡിനെ ഇവിടുന്ന് മറ്റൊരിടത്തേക്ക് മാറ്റും. അത് ഇദ്ദേഹത്തെ കൊല്ലാനുള്ള ഒരു പ്ലാനാണ്. ഹില്ലിംഗ് ഹെഡിനെ കൊന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുമെന്നൊക്കെ ഇവൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അങ്ങനെ രാത്രി ഹില്ലിംഗ് ഹെഡിനെ അവർ മാറ്റുന്നു. ഓൺ ദ വേയിൽ ജൂലിയൻ ഹാർഗർ അഥവാ മാനിക്സ് നമ്മുടെ ഹില്ലിംഗ് ഹെഡിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. മാനിക്സിന് ഇദ്ദേഹത്തിന്റെ മകൾ പോളിയെ ഒരുപാട് ഇഷ്ടമാണ്, അവളെ വിവാഹം ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇഷ്ടം, സ്നേഹം അതാണോ നീ ഉദ്ദേശിക്കുന്നേ? അതിന്റെയൊക്കെ അർത്ഥം പോലും നിനക്ക് അറിഞ്ഞൂടാ മാനിക്സ്. നിനക്ക് ശരിക്കും പോളിയെ ഇഷ്ടമായിട്ടൊന്നുമല്ലോ. അവളെ വിവാഹം ചെയ്തെങ്കിൽ മാത്രമേ ഇതെല്ലാം ഇങ്ങനെ തന്നെ നിലനിൽക്കൂ. അതല്ലേ ശരിക്കും കാരണം? നിനക്ക് ചെറുപ്പത്തിൽ കിട്ടാതെ പോയ സ്നേഹവും ഇഷ്ടവും ഒക്കെ തേടിയല്ലേ നീ ഇങ്ങോട്ട് വന്നത്. അതൊന്നും നിനക്ക് ഇവിടെയും കിട്ടാൻ പോകുന്നില്ല മാനിക്സ്. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. നിന്റെ മരണം വരെ നിനക്ക് റിഗ്രറ്റ്സ് ആയിരിക്കും. ഇതെല്ലാം കേട്ട് മാനിക്സ് ഒരുമാതിരി അങ്ങ് പേടിച്ചു. ഇയാൾ എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി എന്നുള്ള മട്ടിൽ പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് ഇത് സ്പിരിറ്റ്സ് പറഞ്ഞതാണ്, നിന്റെ മരണം വരെ നീ റിഗ്രറ്റ് ചെയ്യും എന്ന് നമ്മുടെ ഹില്ലിംഗ് ഹെഡ്. ഇതെല്ലാം കേട്ട് മാനിക്സ് ഒരുമാതിരി അങ്ങായി പോയി. ഈ ഒരു ടൈമിലെല്ലാം ഇവർ നമ്മുടെ ഹില്ലിംഗ് ഹെഡിനെ കൊല്ലുന്നുണ്ട്. മാനിക്സ് അദ്ദേഹത്തിന്റെ പ്ലാൻ അനുസരിച്ച് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പുള്ളിയുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടായി. ഓരോ നിമിഷവും താൻ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. സമാധാനം നഷ്ടപ്പെട്ടു. മാസങ്ങൾ പോകെ ഇദ്ദേഹത്തിലുണ്ടായ മാറ്റം പോളിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ എന്തോ വലിയ പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഏതാണ്ട് അപ്പോഴേക്കും പോളി പ്രഗ്നന്റ് ആയിരുന്നു. ഈ സമയത്ത് അവളെ നോക്കേണ്ട പോലെ ഒന്നും മാനിക്സ് അവളെ നോക്കുന്നില്ല. അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ അങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ സംശയം തോന്നിയ പോളി അവളുടെ രീതിയിൽ ഓരോരോ കാര്യങ്ങൾ അന്വേഷിച്ച് വന്ന് ഇവരുടെ വീടിന്റെ ബേസ്മെന്റിൽ വെച്ചിരുന്ന നമ്മുടെ ഗബ്രിയൽ ഡെഫോയുടെ ശരീരം കണ്ടെത്തി. ഒന്നുമില്ലെങ്കിൽ ഒരു പോലീസുകാരന്റെ മകളല്ലേ. പുള്ളിക്കാരി പല കാര്യങ്ങളും ഇങ്ങനെ കണക്ട് ചെയ്ത് ആലോചിച്ചപ്പോൾ ലോങ് ഹാർവസ്റ്റ് ലൈനിൽ നിന്ന് കിട്ടിയ ആ ഒരു ഡെഡ് ബോഡി ഇത് തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇതുമായി ബന്ധപ്പെട്ട് മാനിക്സിനോട് അഥവാ ജൂലിയൻ ഹാർഗറിനോട് സംസാരിച്ചപ്പോൾ ഇവളുടെ അച്ഛനെ കൊന്നത് ഇദ്ദേഹം തന്നെയാണെന്ന് അങ്ങനെ സമ്മതിക്കുന്നുണ്ട്. ഉള്ള സത്യങ്ങളെല്ലാം പോളിയോട് തുറന്നു പറഞ്ഞു. ഇത് ഇങ്ങനെ നടന്നേ പറ്റൂ, ഇതൊരു ലൂപ്പ് പോലെ നടന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ഇപ്പം മറ്റൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ഇയാളെ വിട്ട് വേറെ എങ്ങോട്ട് പോകാനാണ്? അവളുടെ ഗതികേട് ഇവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞും പോളിക്ക് ജൂലിയൻ ഹാർഗറെ സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ ഒന്നും പറ്റിയില്ല. മുന്നേ ഹില്ലിംഗ് ഹെഡ് പറഞ്ഞ പോലെ ഓരോ നിമിഷവും റിഗ്രറ്റിലാണ് ഇങ്ങനെ ജീവിക്കുന്നത്. ഇപ്പോൾ ഇയാൾ കുടുംബം ഉണ്ടാക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ആണല്ലോ ടൈം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അതൊന്നും തന്നെ നടക്കുന്നില്ല. ഇവന്റെ ഉദ്ദേശം എല്ലാം പാളിപ്പോയി. വർഷങ്ങൾ കഴിഞ്ഞുപോയി. 1941 15 വയസ്സ് മാത്രം പ്രായമുള്ള 2023 ജീവിക്കുന്ന മാനിക്സിന് വേണ്ടി ഈ കാലഘട്ടത്തിലെ മാനിക്സ് ഓഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യുമല്ലോ. ഇത്രയും നാൾ റിഗ്രറ്റിൽ ജീവിക്കേണ്ടി വന്ന, ഒരു ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ടി വന്ന മാനിക്സ് ഇത്തവണ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി പറയുവാണ്. 15 വയസ്സായ മാനിക്സ് ഒരിക്കലും ഒരു കാരണവശാലും ആ ബോംബ് എക്സ്പ്ലോഷൻ ക്രിയേറ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഓഡിയോസ് റെക്കോർഡ് ചെയ്തു. ഈ റെക്കോർഡിംഗ്സിൽ മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ. ബാക്കി നടക്കേണ്ട സംഭവങ്ങളെല്ലാം അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. പോളിക്ക് മാനിക്സിനോട് ദേഷ്യമായിരുന്നെങ്കിലും പോളി നമ്മുടെ എസ്തറിനെ കൊന്നുകളയുന്നൊക്കെ ഉണ്ട്. ഇതൊരു ലൂപ്പാണ്, ഇതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല. തന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഇനി നടക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ തീരുമാനിച്ചാണ് പുള്ളിക്കാരി ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. എസ്തറിന്റെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യാൻ വൈറ്റ്മാൻ ഇങ്ങോട്ട് വന്നപ്പോൾ മാനിക്സ് അവനെ സമാധാനിപ്പിച്ച്, നിനക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് അറിയാം, നീ ഇപ്പൊ എന്നെ കൊന്നാൽ ഒന്നും മാറാൻ പോകുന്നില്ല. എസ്തറിനെ കൂടാതെ ഞാൻ കാരണം ഇനി ഭാവിയിൽ ഒരുപാട് പേര് മരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഇത് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. ഭാവിയിൽ നിന്നെ പോലെ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടാവും, ഡിറ്റക്റ്റീവ് ഹസൻ. അവളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റണം. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിനക്ക് നിന്റെ എസ്തറിനെ ഉൾപ്പെടെ ഞാൻ കാരണം കൊല്ലപ്പെട്ടിട്ടുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞ റെക്കോർഡിംഗ് വൈറ്റ്മാനെ ഏൽപ്പിച്ചിട്ട് മാനിക്സ് തന്നെ വൈറ്റ്മാന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് അയാളുടെ തലയ്ക്ക് നേരെ ഇങ്ങനെ പിടിച്ച് അതിന്റെ ട്രിഗർ അമർത്തി ആത്മഹത്യ ചെയ്തു. തുടർന്ന് നമ്മുടെ വൈറ്റ്മാൻ ആ റെക്കോർഡിംഗ് കൊണ്ട് അവിടുന്ന് മാറിപ്പോവാണ്. അപ്പോഴേക്കും അവനെ പിടിക്കാൻ പോലീസ് എത്തുന്നുണ്ട്. വൈറ്റ്മാൻ എങ്ങാനും രക്ഷപ്പെടാൻ ശ്രമിക്കുവാണെങ്കിൽ അവനെ ഷൂട്ട് ചെയ്ത് കൊന്നേക്കാനും ഓർഡർ ഉണ്ട്. സോ ഇപ്പൊ നമ്മുടെ വൈറ്റ്മാൻ ഒരേ ഒരു ഉദ്ദേശം മാത്രം, പോലീസിന്റെ മുന്നിൽ പെടാതെ എത്രയും വേഗം സേഫ് ആയിട്ട് എവിടെയെങ്കിലും എത്തി ഈ റെക്കോർഡിംഗ് അവിടെ വെക്കണം. ഫ്യൂച്ചറിൽ നമ്മുടെ ഡിറ്റക്റ്റീവ്
ഡിറ്റക്റ്റീവ് ഹസന്റെ അടുത്ത് ഈ റെക്കോർഡിംഗ് എത്തണം, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോഴേക്കും പോലീസ് നമ്മുടെ വൈറ്റ്മാനെ ചുറ്റി വളയുന്നുണ്ട്. ഒരു വിധത്തിൽ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ലോങ് ഹാർവസ്റ്റ് ലെയിനിലെത്തി. അവിടെ ആ ഇസ്റ്റികളിൽ മേപ്പിൾ വുഡ് എന്നും ഹില്ലി ഹെഡ് എന്നും എഴുതി വെച്ചിരിക്കുന്നത് ഇദ്ദേഹം കാണുന്നുണ്ട്. കട്ട് ചെയ്താൽ അടുത്ത സീനിൽ നമ്മുടെ വൈറ്റ്മാൻ ഒരു ബാറിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ ആളുടെ അടുത്ത് റെക്കോർഡിംഗ് ഒന്നുമില്ല. ഒരു തവണ ഗൺ ഫയർ ചെയ്ത് ബാറിലുള്ള ആളുകളെ മുഴുവൻ അവിടുന്ന് പേടിപ്പിച്ച് പുറത്താക്കിയിട്ട് ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു പോലീസുകാരനോട് ബാക്കിയുള്ള പോലീസുകാരെ ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. ഉടനടി ഒരുപാട് പോലീസുകാർ ബാർ ചുറ്റി വളഞ്ഞു. വൈറ്റ്മാനോട് ജീവൻ വേണേ മര്യാദയ്ക്ക് പുറത്തു വരാൻ പറഞ്ഞെങ്കിലും ഇവൻ കേട്ടില്ല, പുറത്തിറങ്ങിപ്പോയില്ല. ബാറിനുള്ളിൽ സിഗരറ്റും വലിച്ച് മദ്യപിച്ച് അങ്ങനെയിരുന്നു. തുടർന്ന് പുറത്തുള്ള പോലീസ് ചേറുപറ ഷൂട്ട് ചെയ്ത് നമ്മുടെ വൈറ്റ്മാൻ അവിടെ മരിച്ചു വീഴുവാണ്. ധീരമരണം. ലോകത്തെ മാറ്റിമറിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട്, ലോകത്തെ നേരെയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പുള്ളി അങ്ങനെ ധീരമായി മരിച്ചു വീണു. കട്ട് ചെയ്താൽ 2053 നമ്മുടെ ഹസന് കുറേയധികം മാറ്റങ്ങൾ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മേപ്പിൾ വുഡ് എന്നും വൈറ്റ്മാൻ എന്നൊക്കെ ആ ഇസ്റ്റികയിൽ എഴുതി വെച്ചിരുന്നില്ലേ, അതിന് തൊട്ടടുത്തായിട്ടുള്ള ഇസ്റ്റികയിൽ ഹസൻ പിൻറ്റ് വൈറ്റ്മാൻ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. നമ്മുടെ വൈറ്റ്മാൻ ആണ് അവിടെ അങ്ങനെ എഴുതി വെച്ചത്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ആലോചിച്ചപ്പോൾ അടുത്തുള്ളൊരു പബ്ബിലേക്ക് പോകാനാണ് വൈറ്റ്മാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഹസന് മനസ്സിലായി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പബ്ബ് 30 വർഷങ്ങൾക്ക് മുമ്പ് എക്സ്പ്ലോഷനിൽ തകർന്നുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അധികം ആലോചിക്കാനുണ്ടോ? ഇവരുടെ അടുത്ത് ടൈം മെഷീനിലെ 30 വർഷം പുറകോട്ട് പോയാൽ പോരെ. അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് 30 വർഷം പുറകോട്ട് പോകുന്ന നമ്മുടെ ഹസൻ വൈറ്റ്മാൻ ആ റെക്കോർഡിംഗ് ഒളിപ്പിച്ചിടം കണ്ടെത്തുന്നുണ്ട്. അവൻ ആ ഇസ്റ്റികയിൽ എഴുതി വെച്ച പോലെ ഒരു പബ്ബിലായിരുന്നു അവൻ അത് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അതെടുത്ത് നേരെ മാനിക്സിന്റെ യഥാർത്ഥ അമ്മ സാറയുടെ വീട്ടിലേക്ക് ചെന്നു. പ്രായമായ ഹസനെ കണ്ട് സാറ ഇങ്ങനെ ഞെട്ടിപ്പോയി. അല്ല, ഇത്ര ദിവസം കൊണ്ട് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പ്രായം വെക്കൂ? അതൊക്കെ പറഞ്ഞുതരാം, നീ ഒന്ന് മാറിക്കേ, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വീടിനകത്ത് കയറിയിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഹസനെ ഫോൺ ചെയ്തു. അപ്പോഴേക്കും ഹസൻ മാനിക്സിനെയും കൊണ്ട് ഇവിടെ എത്തിയിരുന്നു. ആദ്യം തന്നെ ആ പ്രദേശത്ത് കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരെ അവിടുന്ന് പറഞ്ഞു വിടാൻ പറയുകയാണ് ഫ്യൂച്ചറിൽ നിന്ന് വന്ന ഹസൻ. കാരണം ആ പിള്ളേരിലുള്ള ആളുടെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിച്ചെന്നാണ് മാനിക്സ് കോൾ ചെയ്യുന്നതും അങ്ങനെ ആ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. ദെൻ 15 വയസ്സ് പ്രായമുള്ള മാനിക്സിന് സമാധാനത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് 1941 മാനിക്സ് ഇവന് വേണ്ടി റെക്കോർഡ് ചെയ്ത ആ ഓഡിയോ ഇവന് കേൾപ്പിച്ചു കൊടുക്കുന്നു. തന്റെ ജീവിതം ഇത്ര ദുരന്തം പിടിച്ചതായിരിക്കും, താൻ ഇത്രത്തോളം റിഗ്രറ്റിൽ ജീവിക്കേണ്ടി വരും എന്നൊക്കെ മനസ്സിലാക്കി 15 വയസ്സുകാരൻ മാനിക്സിന്റെ മനസ്സ് മാറി. അവന്റെ മനസ്സിലുള്ള വാശിയെല്ലാം കെട്ടടങ്ങി ആ ബോംബ് ട്രിഗർ ചെയ്യാനുള്ള നമ്പർ എഴുതിയിരുന്ന പേപ്പർ കീറി കളയുന്നുണ്ട്. അങ്ങനെ ഫൈനലി എല്ലാം ഭംഗിയായി അവസാനിച്ചു. ഇനി മാനിക്സ് ലോകമില്ല. അവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം അവൻ ക്രിയേറ്റ് ചെയ്തെടുത്ത ലോകമില്ലാണ്ടായി. ലൂപ്പും ബ്രേക്കായി. ഇനിയിപ്പോൾ എങ്ങനെയാണോ ശരിക്കും ഫ്യൂച്ചർ ഉണ്ടാവേണ്ടത്, അതായത് മാനിക്സ് ഇല്ലാത്ത ഫ്യൂച്ചർ ഉണ്ടാവേണ്ടത്, അതുപോലെ മുന്നോട്ട് പോകട്ടെ. ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് സാറെ ഓടി വന്ന് നമ്മുടെ മാനിക്സിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശരിക്കും ഇതായിരുന്നില്ലേ മാനിക്സിന് വേണ്ടത്? അവന് ചെറുപ്പത്തിൽ കിട്ടാതിരുന്ന ആ സ്നേഹം കിട്ടിയാൽ അവൻ ഓക്കെയാണ്. ദെൻ ഫ്യൂച്ചർ ഹസനും പ്രസന്റ് ഹസനും കെട്ടിപ്പിടിച്ചു. 15 വയസ്സുകാരൻ മാനിക്സ് ഈ ടൈം ലൈനിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നുണ്ട്. ബിക്കോസ് ലൂപ്പ് ഇല്ലെങ്കിൽ മാനിക്സ് ഇല്ല. 1890 മാനിക്സ് ട്രാവൽ ചെയ്ത് ചെന്നെങ്കിൽ മാത്രമല്ലേ മാനിക്സ് തന്നെ ഉണ്ടാകത്തുള്ളൂ. ഫ്യൂച്ചറിൽ നിന്ന് വന്ന ഹസനും അപ്രത്യക്ഷമായി പോയി. എല്ലാം മാറിമറിയുവാണ്. ഇവിടെ എക്സ്പ്ലോഷൻ ഉണ്ടായെങ്കിൽ മാത്രമല്ലേ നമ്മുടെ ഹസൻ പിന്നെ ചാപ്പൽ പെരലസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു രീതിയിൽ പോകത്തുള്ളൂ. അതിന്റെ ബാക്കിയായിട്ടല്ലേ പുള്ളിക്കാരി ഇങ്ങോട്ട് ടൈം ട്രാവൽ ചെയ്ത് വരേണ്ടി വന്നതും. അവിടെ കട്ടിയാൽ തൊട്ടടുത്ത സീനിൽ തന്റെ വീട്ടിലിരിക്കുന്ന നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസനെയാണ് കാണിച്ചു തരുന്നത്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നുള്ള ഓർമ്മ പോലുമില്ല. അവളുടെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. 1941 ഇതൊക്കെ തന്നെ അവസ്ഥ. ഒരിക്കൽ ഡിറ്റക്റ്റീവ് വൈറ്റ്മാനും എസ്തറും കണ്ടുമുട്ടുന്നുണ്ടെങ്കിലും ഈ കൊച്ചു ആരെന്ന് തിരിച്ചറിയാൻ ഡിറ്റക്റ്റീവ് വൈറ്റ്മാനെ കൊണ്ട് പറ്റുന്നില്ല. എവിടെയോ ഇവളെ കണ്ടിട്ടുണ്ടല്ലോ, ഇവള് തന്റെ ആരെല്ലാമോ ആയിരുന്നല്ലോ എന്നൊരു ചിന്ത പോകുന്നുണ്ടെങ്കിലും എന്താ എങ്ങനെയെന്നുള്ളതിനൊരു ക്ലാരിറ്റി ഇല്ല. 1890 ഹില്ലി ഹെഡും ജേർണലിസ്റ്റും കണ്ടുമുട്ടുമ്പോഴും ഇതൊക്കെ തന്നെ അവസ്ഥ. ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാൾ തന്റെ ആരെല്ലാമോ ആയിരുന്നല്ലോ എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ടെങ്കിലും എന്താ എങ്ങനെയെന്നുള്ളതിനൊരു ക്ലാരിറ്റി ഇല്ല. എവിടെയോ ഏതോ കാലഘട്ടത്തിൽ ഏതോ ലൂപ്പിൽ തങ്ങൾ എന്തെല്ലാമോ ആയിരുന്നു എന്നൊരിത് മാത്രം. അവിടുന്ന് വീണ്ടും 2023 വരുമ്പോൾ ഇന്നേ ദിവസമാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസന്റെ അച്ഛന്റെ ബർത്ത്ഡേ. ജോലിയൊക്കെ കഴിഞ്ഞ് ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനായിട്ട് പുള്ളിക്കാരി ഒരു ടാക്സി വിളിച്ചു. ടാക്സിയിൽ ഇങ്ങനെ പോകുമ്പോൾ ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് ഈ നഗരം ഒരുമാതിരി തിളച്ച് മറിയണ പോലെ ഉണ്ടല്ലേ, ഒരുമാതിരി പൊട്ടിത്തെറിക്കണ പോലെ എന്ന് ടാക്സി ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ടാക്സി ഡ്രൈവർ, ശരിയാണ്, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി ഹസൻ എന്ന് പറയും. എങ്ങനെ നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ പേര് ഈ ടാക്സി ഡ്രൈവർക്ക് മനസ്സിലായി? ഇതാരാണ് ഈ ടാക്സി ഡ്രൈവർ നോക്കുമ്പോൾ അത് നമ്മുടെ മേപ്പിൾ വുഡ് ആണ്. 2053 ജീവിച്ചിരുന്ന മേപ്പിൾ വുഡ് ഇപ്പോൾ 2023 ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ശരിക്കും ഒന്നും അവസാനിച്ചിട്ടില്ലേ എന്നൊരു ചോദ്യത്തിലാണ് ഈ സീരീസ് അവസാനിക്കുന്നത്. ഈ ടൈം ട്രാവലിങ്ങിലോട്ട് വരുമ്പോൾ ഒരേ ടൈമിലായിട്ട് തന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അതൊരു പാരഡോക്സ് ആകുമെന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ ഒന്നും അവസാനിച്ചിട്ടുണ്ടാവത്തില്ല. 2023 സംഭവിച്ച എക്സ്പ്ലോഷൻ സംഭവിക്കാത്തത് കൊണ്ട് 2053 അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. എക്സ്പ്ലോഷൻ ഉണ്ടാവാത്തത് കാരണം 2053 വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലോ, ആ പ്രശ്നം കറക്റ്റ് ചെയ്യാനായിട്ട് മേപ്പിൾ വുഡ് മേ ബി 2023 ട്രാവൽ ചെയ്ത് വന്നതാണെങ്കിലോ, ഇങ്ങനെയൊക്കെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാം. വെറുതെ ഇരിക്കുമല്ലേ, ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നോളൂ. ഞാനും കുറേ ചിന്തിച്ചു. ഇനി അടുത്ത സീസൺ വന്നാൽ ഇതൊക്കെ എന്ത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് യാതൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. വന്നു. ഈ ഒരു സീസൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്ത് അറിയിക്കുമല്ലോ. കൂടുതൽ സിനിമകളും സീരീസുകളും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.